സർ, ബൊഫോഴ്സ് കേസ് വീണ്ടും കേന്ദ്രം അന്വേഷിക്കാൻ തീരുമാനമായിട്ടിരിക്കുന്നു. സോണിയാഗാന്ധി കുടുങ്ങോ? അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് ബൊഫോഴ്സ് കേസ് എന്നറിയട്ടെ. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായി അറിയാത്തൊരു കേസാണ് ബൊഫോഴ്സ് കേസ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1980-കളിൽ 1986 നമ്മൾ 1437 കോടി രൂപ കൊടുത്ത് സ്വീഡനിൽ നിന്ന് 400 പീരങ്കികൾ വാങ്ങി. പീരങ്കികൾ എന്ന് പറഞ്ഞാൽ AB ബൊഫോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് 155 mm 155 mm ഫീൽഡ് ഹാർവെസ്റ്റർ ഗൺസ് വാങ്ങി. അറിയാം, നമ്മൾ കാർഗിൽ യുദ്ധത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ വലിയ പീരങ്കി ചിത്രം കാണാം. ആ പീരങ്കികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാർഗിൽ യുദ്ധം ജയിച്ചത്. കാർഗിൽ യുദ്ധത്തിൻ്റെ വിജയത്തിന് നിർണായക സംഭാവന ബൊഫോഴ്സ് പീരങ്കികൾ നൽകിയിട്ടുണ്ട്. ബൊഫോഴ്സ് പീരങ്കി നല്ല പീരങ്കിയുമായിരുന്നു. അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ വിവാദം എന്ന് പറയുന്നത് അതൊന്നുമല്ല. കാരണം 1987 86-ലാണ് 1437 കോടിയുടെ വാങ്ങുന്നത്. 1986-ലെ 1437 കോടി എന്ന് ഓർക്കണം, എത്ര വർഷം മുമ്പാണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ വലിയ തുകയാണ്. അപ്പോൾ അതിൽ 87-ൽ സ്വീഡനിലെ ഒരു റേഡിയോ ഒരു സ്ഫോടനാത്മകമായ വാർത്ത പുറത്തുവിട്ടു. വാർത്ത ഇങ്ങനെയാണ്: ഈ പീരങ്കികൾ സ്വീഡനിൽ നിന്ന് വാങ്ങാൻ AB ബൊഫോഴ്സ് എന്ന കമ്പനിയുമായി ഇന്ത്യ ഗവൺമെൻറ് കരാറുണ്ടാക്കി. അതിന് ഇടനിലക്കാരനുണ്ടായിരുന്നു. 64 കോടി രൂപ കോഴയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും കൊടുത്തു എന്നാണ് അന്നത്തെ വിവാദം. അപ്പോൾ 64 കോടി രൂപയുള്ളതെന്ന് നമുക്ക് ചെറിയ തുകയായിട്ട് തോന്നും. 86-ൽ 64 കോടി രൂപയാണ്. റേഡിയോ സ്വീഡനിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. സ്വീഡനിലെ റേഡിയോ തന്നെയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടത്. ഇന്ത്യയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. അങ്ങനെ വിവാദമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ ബൊഫോഴ്സ് കേസിനെ തുടർന്ന് 1989-ൽ രാജീവ് ഗാന്ധി തോറ്റുപോയി. VP സിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന VP സിംഗ് സർക്കാരിൽ നിന്ന് രാജിവെച്ചു, പുറത്തു വന്നു, വേറെ പാർട്ടി ഉണ്ടാക്കി. VP സിംഗ് പ്രധാനമന്ത്രിയുമായി. അങ്ങനെ ഒരുപാട് സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ, വലിയ രാഷ്ട്രീയ നാടകങ്ങൾ, കോളിളക്കങ്ങൾ, പൊട്ടിത്തെറിയൊക്കെ ബൊഫോഴ്സിൻ്റെ പേരിലുണ്ടായി. അതിനകത്ത് ഒരു വിവാദ കഥാപാത്രമുണ്ടായിരുന്നു. അയാളുടെ പേര് ഒട്ടാവിയ കത്തറോച്ചി എന്ന് പറയും. ഇറ്റലിക്കാരനാണ്. ഇറ്റലിയിലെ വളനിർമ്മാണ കമ്പനിയായ സം പ്രോഗറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ത്യയിലെ പ്രതിനിധിയായിരുന്നു കട്രോച്ചി. ഈ കട്രോച്ചിയെക്കുറിച്ച് പറയപ്പെടുന്നത്, ആക്ഷേപിക്കപ്പെടുന്നത് എന്തൊക്കെയാണേലും സത്യമാണോ ഇല്ലയോ എന്നുള്ള ഇനിയും വരണം, തെളിവുകൾ കണ്ടെത്തണം. സോണിയാഗാന്ധിയുടെ അടുത്ത ബന്ധുവാണ്, രാജീവ് ഗാന്ധിയുടെ അളിയനാണ് എന്നുപോലും ആക്ഷേപമുണ്ടായി. അങ്ങനെ ആ സമയത്ത് ഈ കത്തറോച്ചി വഴിയാണ് വളക്കച്ചവടത്തിനായി വന്ന ഇയാളാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന് വേണ്ടി ഈ ഇടപാട് നടത്തിയതെന്നൊക്കെ ആയിരുന്നു വലിയ കോളിളക്കം ഉണ്ടായത്. അപ്പോൾ കേസൊക്കെ ഉണ്ടായി. കേസ് ഇങ്ങനെ ചൂടുപിടിച്ചു വന്ന സമയത്ത് ഒരാൾ, അമേരിക്കയിലുള്ള ഒരാൾ, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, അയാളുടെ പേര് മിഖെയിൽ ഹെർഷ്മാൻ എന്നാണ്. മിഖെയിൽ ഹെർഷ്മാൻ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് മിഖെയിൽ ഹെർഷ്മാൻ ഒരു കണ്ടെത്തൽ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി. അതായത് സ്വിസ് ബാങ്ക്, ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ കള്ളപ്പണം കൊണ്ട് നിക്ഷേപിക്കുന്നത് സ്വിസ് ബാങ്കിലെന്നറിയാം. സ്വിസ് ബാങ്കിൽ മോൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടുണ്ട്. ഈ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇതുവഴി കിട്ടിയ കോഴപ്പണം പാർക്ക് ചെയ്ത് നിക്ഷേപിച്ചത്. അത് മോൺ ബ്ലാക്ക് എന്ന് പറയുന്ന അക്കൗണ്ട് രാജീവ് ഗാന്ധിയുടേതാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ മിഖെയിൽ ഹെർഷ്മാൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട്, സ്വകാര്യ ഡിറ്റക്റ്റീവായ ഇയാളുടെ റിപ്പോർട്ട് വന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ ആ കേസൊക്കെ പിന്നെ നടന്നു. പിന്നെ കേസിൻ്റെ ഹിസ്റ്ററി ഞാൻ പിന്നാലെ പറയാം. ഏതായാലും കേസൊന്നും ആയില്ല. കേസ് അവസാനം വന്നിട്ട് ഊരിപ്പോയെന്ന് മാത്രമല്ല, ഈ മിഖെയിൽ ഹെർഷ്മാൻ്റെ ഈ വിവരം വന്നപ്പോഴത്തേക്ക് ഉടനെ എന്തെന്നറിയാമോ, ഈ സ്വീഡിഷ് റേഡിയോ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയ ഉടനെ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന കോൺഗ്രസ്സുകാരനായ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന മാധവ് സിംഗ് സോളങ്കി സ്വീഡനിലെ വിദേശകാര്യമന്ത്രി കത്തയച്ചു, ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും പുറത്തുവിടരുത്. അപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായി സ്വീഡിഷ് സർക്കാരിനോട് പറഞ്ഞു ബൊഫോഴ്സ് കേസുമായിട്ടുള്ള ഒരു രേഖയും പുറത്തുവിടരുത്. അങ്ങനെ വല്ലാതെ ദുരൂഹത ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് കേസിൽ കുറ്റാരോപിതനായി CBI അന്വേഷണം വന്നു. CBI 90-ൽ CBI FIR ഇട്ടു. 2000-ലായപ്പോഴത്തേക്ക് CBI കുറ്റപത്രം കൊടുത്ത് കത്തറോച്ചി പ്രതിയായിരുന്നു. പക്ഷേ കത്തറോച്ചി പ്രതിയായെങ്കിലും എന്ത് പറ്റിയെന്നറിയോ, കത്തറോച്ചിയെ ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലേക്ക് പോകാൻ ഗവൺമെൻറ് സമ്മതിച്ചു.
അതായത് കോൺഗ്രസ് സർക്കാർ ഈ കേസിലെ നിർണായക പ്രതിയായ മിസ്റ്റർ ക്യൂ എന്നൊക്കെ പറഞ്ഞാണെന്ന് ഈ ഖത്രോച്ചിയെക്കുറിച്ച് വാർത്തകൾ വന്നിരിക്കുന്നത്. ഖത്രോച്ചി ഇന്ത്യ വിട്ടുപോകാൻ സംഭവിച്ചു. അങ്ങനെ മലേഷ്യയിലേക്ക് പോയ ആൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതോടെ ഈ കേസ് അന്വേഷിക്കാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതാണല്ലോ നമ്മൾ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം, ഇതാണ് ഈ കേസിൻ്റെ കഥ. കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, മിഖൈൽ ഹെർഷ്മാൻ ഈ അടുത്തിടെയാണ് അവകാശപ്പെട്ടത്, ഞാൻ ഇങ്ങനെ കണ്ടെത്തലുകൾ നടത്തി മോൺ ബ്ലാക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ഈ പണം കൊണ്ട് പാർക്ക് ചെയ്തു. അതറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ രാജീവ് ഗാന്ധി ക്ഷുഭിതനായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമേരിക്കൻ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ ഞാൻ അന്വേഷണം നടത്തുന്നത് വിലക്കി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിരുന്ന ഹെർഷ്മാൻ്റെ അന്വേഷണം നടത്തുന്നതും വിലക്കി എന്ന് പരസ്യമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കേസ് വന്നിട്ട് എന്ത് ചെയ്തു? കേസ് ഇങ്ങനെ വന്നു. കേസിൽ 2004 എത്തിയപ്പോഴത്തേക്ക് കോടതി CBI, അന്ന് കോൺഗ്രസിൻ്റെ CBI ആണ്, CBI തന്നെ രാജീവ് ഗാന്ധി കേസിൽ പ്രതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി ആദ്യം ഒഴിവാക്കി. പിന്നെ 2005 ആയപ്പോഴത്തേക്ക് CBI എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. 2011 തന്നെ ഇവിടുന്ന് വിട്ടുപോയ ഖത്രോച്ചിയെയും കേസിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ബൊഫോഴ്സ് കേസ് ഇവർ കുഴിച്ചുമൂടിയതിന് ശേഷമാണ് ഹെർഷ്മാൻ പറഞ്ഞത്, ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടെത്തി. അപ്പോഴേക്ക് ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയോട് പറഞ്ഞ് എൻ്റെ അന്വേഷണം വിലക്കി എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് CBI അപ്പീലിന് പോയി. CBI അപ്പീലിന് പോയപ്പോഴത്തേക്ക് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഈ മോദി വന്നതിന് ശേഷം 2018 CBI ബൊഫോഴ്സ് കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അപ്പീലുമായിട്ട് പോയി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, എത്ര വർഷം മുമ്പ് നടന്നതാണ് 86 കേസ്, ഇത്രയും കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പീലൊക്കെ ആയിട്ട് വരുന്നതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അത് തള്ളി. പക്ഷേ അതിനകത്തൊരു മോശക്കേടുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരിയായ നടപടിയല്ല. ഇതൊരു ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസ്, അഴിമതി കേസ് ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസിന് ലിമിറ്റേഷൻ പീരീഡില്ല. ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം നടന്ന് ഇത്ര കാലം ഒരു തർക്കം ഉണ്ടായാൽ, ഒരു വ്യവഹാരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കാനൊക്കെ ഒരു സമയപരിധിയുണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞാൽ, സിവിൽ കേസുകളിൽ 1 മാസം അല്ലെങ്കിൽ 45 ദിവസം, ഓരോന്നിനും ഓരോ പ്രിസ്ക്രൈബ്ഡ് കാലാവധിയുണ്ട്. ഈ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ക്രിമിനൽ കേസ് അങ്ങനെയല്ല. ക്രിമിനൽ കേസ് എത്ര വർഷം കഴിഞ്ഞാലും, ഇപ്പോൾ ഞാനൊരാളെ കൊന്നിരിക്കട്ടെ, 25 വർഷം മുമ്പാണ് കൊന്നത്, അല്ലെങ്കിൽ 50 വർഷം മുമ്പാണ് കൊന്നിരിക്കട്ടെ, 50 വർഷം കഴിഞ്ഞാൽ എൻ്റെ തെളിവ് കിട്ടിയാൽ എന്നെ അറസ്റ്റ് ചെയ്യാം. അല്ലാതെ 50 വർഷം മുമ്പല്ലേ, എനിക്കിപ്പോൾ 90 വയസ്സായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ പോലെ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള കേസിന് ലിമിറ്റേഷൻ ഇല്ല. സിവിൽ കേസുകളിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര കാലം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കേസ് കൊടുക്കാൻ പറ്റില്ല. ചെക്ക് കേസത്തിൻ്റെ അറിയാൻ പോലെ 3 മാസം മറ്റോ കഴിഞ്ഞാൽ പിന്നെ കേസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെക്ക് കോടതി കൊടുത്ത് മടങ്ങി നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് വിതിൻ നിശ്ചിത കാലയളവിനറിയാം കേസ് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പോൾ അത് ക്രിമിനൽ കേസിൻ്റെ സ്വഭാവത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ചെക്ക് കേസ് നേരത്തെ സിവിൽ സ്യൂട്ടായിരുന്നു. ഇപ്പോൾ പഴയ IPC 420 പ്രകാരമൊക്കെ ക്രിമിനൽ കേസിൽ കേസെടുക്കുന്നുണ്ട്. ക്രിമിനൽ സ്വഭാവത്തിലുള്ള കേസായിട്ട് മാറിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലിമിറ്റേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഇനി ഈ അപ്പീൽ എടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ എന്താ പോലും സുപ്രീം കോടതി അതിനകത്ത് ചെറിയൊരു പഴുത് കൊടുത്തിരുന്നു. വേറൊരു അപ്പീൽ കിടപ്പുണ്ട്. വേറൊരു സ്വകാര്യ വ്യക്തി കൊടുത്ത ഒരു അപ്പീൽ സുപ്രീം കോടതി കിടപ്പുണ്ട്. ആ അപ്പീൽ വരുമ്പോൾ നിങ്ങൾ പാർട്ടി ആയിരിക്കുമല്ലോ, CBI എതിർ പാർട്ടി ആയിരിക്കും. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള പുതിയ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറയാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് സുപ്രീം കോടതിക്ക് ഇതങ്ങനെ ലിമിറ്റേഷൻ വെക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം CBIയുടെ എൻ്റർടൈൻ ചെയ്തില്ലെങ്കിലും സമാന വിഷയത്തിൽ മറ്റൊരു അപ്പീൽ ഉള്ളതുകൊണ്ട് അവിടെ നിങ്ങളുടെ പോയിന്റുകൾ റൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് CBIക്ക് ഒരു പിടിവള്ളിയായിരുന്നു. ആ പിടിവള്ളി ഇപ്പോൾ മോദി സർക്കാർ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി കോടതിയിൽ പോയിട്ട് CBI ഒരു അപേക്ഷ കൊടുത്തു. അതായത് ഹെർഷ്മാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ സ്വിസ് ബാങ്ക് അക്കൗണ്ടൊക്കെ കണ്ടുപിടിച്ചു, അവിടെയാണ് ഈ പണം കൊണ്ടിട്ടത്, ഞാനത് തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്, കൂടുതൽ അന്വേഷിക്കുന്നതിൽ നിന്ന് അമേരിക്കൻ സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് പ്രകാരം എന്നെ വിലക്കിയെന്ന് ഹെർഷ്മാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിഖൈൽ ഹെർഷ്മാനെ കൊണ്ടുവന്നാൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കിട്ടും എന്ന് CBI ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ ഹെർഷ്മാൻ പറഞ്ഞു, എന്നെ കോടതി ആവശ്യപ്പെട്ടാൽ ഞാൻ വന്ന് തെളിവ് തരാൻ തയ്യാറാണെന്ന് ഈ അമേരിക്കൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴിയേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒന്ന് അമേരിക്ക വിലക്കിയിരിക്കുന്ന അന്വേഷണമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഡൽഹി CBI കോടതിയിൽ CBI ഒരു അപേക്ഷ കൊടുത്തു. അതായത് ഒരു ലെറ്റർ റെഗുലേറ്ററി വേണം. ലെറ്റർ റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ കോടതി മറ്റൊരു രാജ്യത്തെ കോടതിക്ക് ഞങ്ങൾക്ക് ചില തെളിവുകൾ ആവശ്യമുണ്ട്, അതിന് വേണ്ടുന്ന സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊടുക്കുന്ന കത്തിനാണ് ലെറ്റർ റെഗുലേറ്ററി അഥവാ LR എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിനോട്
കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ സ്വീഡിഷ് പ്രസിഡന്റിന്റെ മരണവും സംഭവിച്ചിട്ടില്ലേ? അത് നടന്നിട്ടുണ്ട്. അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആക്ഷേപമൊന്നും വന്നിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പ്രോസസ്സ് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹി CBI കോടതി ലെറ്റർ റഗേറ്ററി ഇപ്പോൾ അമേരിക്കൻ കോടതിയിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത് 2 രാജ്യങ്ങളിലെ കോടതികൾ തമ്മിൽ അവരുടെ ജുഡീഷ്യൽ പ്രോസസ്സിനെ സഹായിക്കാൻ വേണ്ടി ഒരു നിർണായക സാക്ഷിയെ അല്ലെങ്കിൽ തെളിവുകൾ ലഭ്യമാക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുക്കുന്ന കത്താണ്. അങ്ങനെ ആ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി സാധാരണ ഇതിൽ ഗവൺമെൻറ് ഇടപെടാൻ പറ്റില്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സർക്കാർ വിലക്കിയാലും കോടതിക്ക് ഇത് ന്യായമാണെന്ന് തോന്നിയാൽ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ കോടതിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറയും. ഇന്ത്യൻ കോടതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കോടതികൾ തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഏതായാലും ഈ ലെറ്റർ റെഗോട്ടറി അവിടെ പോയിട്ടുള്ളത് കൊണ്ട് മിക്കവാറും അമേരിക്കൻ കോടതി മിഖായിൽ ഹെർഷമാനെ ഇന്ത്യയിൽ വന്ന് തെളിവെടുക്കാൻ, അല്ലെങ്കിൽ അവിടെ പോയി CBIക്ക് തെളിവെടുക്കാനുള്ള ഒരു അനുമതി കൊടുത്തേക്കാം, ആ വിലക്ക് മാറ്റിയിട്ട്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ, അതായത് മോൺ ബ്ലാക്ക് എന്ന പേരിൽ സ്വിസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് താൻ കണ്ടെത്തിയെന്ന് അദ്ദേഹം പറയുന്നു. ആ അക്കൗണ്ട് രാജീവ് ഗാന്ധിയുടെ പേരിലാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ ഹെർഷ്മാൻ ഹാജരാക്കിയാൽ ഒരു ബോഫോഴ്സ് കേസിന് രണ്ടാമത് ജീവൻ വെക്കും. ജീവൻ വെക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ആളുകൾ ചിലർക്ക് ഇപ്പോഴും ഉണ്ട്. സോണിയാഗാന്ധി എന്ന് വലിയ പവർഫുള്ളായിരുന്നു. സോണിയാഗാന്ധിക്കും പാർട്ടി പ്രവേശനം ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു അധികാര കേന്ദ്രമായിരുന്നു. സോണിയാഗാന്ധിയുടെ അടുത്ത ബന്ധുവാണ് ഖത്രോച്ചി എന്ന് പറയുന്നു. ഖത്രോച്ചിയിലേക്ക് കേസ് പോകും. സോണിയയുടെ അടുത്ത ബന്ധുവായ ഖത്രോച്ചിയെ വീണ്ടും CBI അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ വലിയ മഹാനായ യുവ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടില്ല. അതിനുശേഷം അപകടത്തിൽ അദ്ദേഹം സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തല്ലോ. ഏതായാലും രാജീവ് ഗാന്ധിയുടെ, ഇപ്പോഴും നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നിരന്തരം പറയുന്ന പേര് അതാണല്ലോ. രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചത് രാജീവ് ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഇറക്കമായിരുന്നു ബോഫോഴ്സ്. ആ ബോഫോഴ്സ് കേസ് രണ്ടാമത് വീണ്ടും സജീവമാവുകയെന്ന് പറഞ്ഞാൽ ഇയാളെ മിഖായിൽ ഹെർഷമാൻ്റെ തെളിവെടുക്കാൻ, അയാളെ ഹാജരാക്കാൻ അമേരിക്കൻ കോടതി ഇന്ത്യൻ കോടതിക്ക് അനുമതി നൽകിയാൽ ബോഫോഴ്സ് തോക്കുകൾ വീണ്ടും പൊട്ടിത്തുടങ്ങും. അന്ന് 64 കോടിയേ ഉള്ളൂ, അത് 86-ലെയാണ് എന്ന് പറഞ്ഞാൽ തീരുമില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി കൈക്കൂലി വാങ്ങിച്ചു എന്ന് ചരിത്രത്തിലാദ്യമായി ആക്ഷേപം ഉയർന്ന കേസാണ്. അപ്പോൾ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയുടെ മരണത്തിന് ശേഷവും ബോഫോഴ്സ് തോക്കുകൾ വേട്ടയാടുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്ത് അഴിമതിയൊക്കെ നടന്നെങ്കിലും രാജീവ് ഗാന്ധി എടുത്തൊരു നല്ല തീരുമാനമായിരുന്നു. ഇന്ത്യൻ ആർമിക്ക് വലിയ കരുത്താണ് ബോഫോഴ്സ് തോക്കുകൾ സമ്മാനിച്ചത്. നമ്മുടെ അതിർത്തികളിൽ ഇപ്പോഴും ബോഫോഴ്സ് തോക്കുകൾ ഗർജിക്കുന്നുണ്ട്, ഗർജിക്കാൻ തയ്യാറായിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു രാഷ്ട്രീയ ഗർജനം കൂടി ഒരു പക്ഷേ ഇനിയിപ്പോൾ ബോഫോഴ്സ് തോക്കുകളിൽ നിന്നുണ്ടാവും. സോണിയാഗാന്ധി അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം, നമ്മുടെ പപ്പുകൂട്ടനടക്കമുള്ള ആളുകൾക്ക് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി ബോഫോഴ്സ് മാറുകയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അഴിമതി എന്ന് പറയുന്ന ഒരു ദുർഭൂതം കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനെ പാലും തേനും കൊടുത്ത് വളർത്തിയതാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചതാണ്. അതിൻ്റെ ശേഷിക്കുന്ന തിക്തഫലങ്ങൾ ഏതായാലും ഇന്നത്തെ കോൺഗ്രസ് തലമുറ അനുഭവിക്കേണ്ടി വരും. പ്രിയങ്കയും രാഹുലും അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പൻ അഴിമതി നടത്തിയെങ്കിൽ അത് മേടിച്ചിട്ട് മക്കളും പുട്ടടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബോഫോഴ്സ് തോക്കുകൾ രാഷ്ട്രീയ ഗർജനത്തിന് ഒരുങ്ങുകയാണ്. മോദി വീണ്ടും പഴയ കേസുകൾ കുഴി തോണ്ടി മാന്തി എടുക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.